നമസ്തേ, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജട എങ്ങനെ കളർ ചെയ്യാന്ന് നോക്കാം. അതിന് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് റെഡ് കളറാണ്. വെർമിലിയൻ ഹ്യൂ ഒരു ഡ്രോപ്പ്, അതിൻ്റെ ഒരു 10% യെല്ലോ ഓക്കർ എടുക്കുക. രണ്ടും നല്ല പോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 20 to 30 ഡ്രോപ്സ് വെള്ളം മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി ശരിയാക്കിയിട്ട് ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാം. നമുക്ക് സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഹെയറിൻ്റെ ഏത് കളറിങ് സ്റ്റൈൽ എടുക്കുമ്പോഴും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലെയർ. ഇപ്പോൾ തരംഗം നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലേപനം മെത്തേഡിലാണ്. ഷെയ്ഡിങ് ഒന്നുമില്ല. സാധാരണ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ഹെയറിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് താഴെ വരയ്ക്കും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേ റെഡ് കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ പാർവതി ദേവിയുടെ ഹെയറിനും ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ജടയുടെ സെക്കൻഡ് ലെയറിന് ബ്രൗൺ കളർ മിക്സിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെർമിലിയൻ ഹ്യൂവ്, അതേപോലെ തന്നെ യെല്ലോ ഓക്കർ, ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ജടയുടെ സെക്കൻഡ് ലെയറിൻ്റെ കളർ കോമ്പിനേഷനിൽ റെഡ് വെർമിലിയൻ ഹ്യൂ 50%, യെല്ലോ ഓക്കർ 50%, ഗ്രീന് 10% ആണ് കൊടുക്കേണ്ടത്. ഈ ഗ്രീനിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് കുറച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജടയുടെ കളർ കോമ്പിനേഷൻ നമുക്ക് കുറച്ച് ഡിഫറൻസ് വരും. ഞാനിവിടെ ഇത്തിരി ബ്രൗണിഷ് കളറിലാണ് കൊടുക്കുന്നത്. എനിക്ക് ഈ ബ്രൗണ് കുറച്ചും കൂടി ലൈറ്റ് ബ്രൗൺ കൊടുക്കണമെങ്കിൽ ആ ഗ്രീൻ കളറിൻ്റെ കോമ്പിനേഷൻ ഒന്ന് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ബ്രൗൺ കളർ കോമ്പിനേഷൻ കിട്ടും. സെക്കൻഡ് ലെയറും ലേപനം മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു സ്ലൈറ്റ് ആയിട്ട് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സെക്കൻഡ് ലെയർ ചെയ്യാം. നമ്മൾ ഈ തേർഡ് ലെയർ ചെയ്യാൻ പോവുകയാണ്. തേർഡ് ലെയർ ചെയ്യാനുള്ള ബ്രൗൺ കളറ് നേരത്തെ എടുത്ത അതേ കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ ഗ്രീനിൻ്റെ അളവ് കുറച്ചുകൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് തേർഡ് ലെയറിന് വേണ്ടിയിട്ട്. ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കാർലറ്റിലേക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ കളർ മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ഉണ്ടാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ ജട എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ജടയിൽ എപ്പോഴും ഓരോ സിംഗിൾ ആയിട്ടുള്ള കെട്ടുണ്ടാവും, ഒരു വലിയ മെയിൻ കെട്ടും ഉണ്ടാവും. ഓരോ സിംഗിൾ കെട്ടിലും ഇതേപോലെ ഇങ്ങനത്തെ പാറ്റേൺ വരയ്ക്കാം. അതല്ലെങ്കിൽ ക്രോസ് ആയിട്ടുള്ള പാറ്റേണും വരയ്ക്കാം. ഇവിടെ ഞാൻ ഈ ഓരോ സിംഗിൾ ആയിട്ടുള്ള കെട്ടിനും ക്രോസ് പാറ്റേൺ ആണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പെയിൻറ്റിങ്ങിൽ എവിടെയൊക്കെ ബ്രൗൺ കളർ യൂസ് ചെയ്യണമോ അവിടെയൊക്കെ ഞാൻ ബ്രൗൺ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കിരീടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ 2 ലൈനും ബ്രൗൺ കളറാണ് കൊടുക്കേണ്ടത്. ഒരു ബ്രൗൺ ബാൻഡ് ഉണ്ട്, അപ്പോൾ ഈ ബ്രൗൺ കളർ തന്നെ കൊടുക്കുന്നത്. അതേപോലെ പിക്ചറിലുള്ള സ്കന്ധമാലയിലും ബ്രൗൺ കളർ ബോർഡർ വരുന്നുണ്ട്. അവിടെയും ഈ സെയിം കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ജടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ബ്രൗൺ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡിങ്ങിനകത്ത് കൂടി നമുക്ക് ആ ലൈറ്റ് ബ്രൗൺ കളർ കാണാം. കുറച്ചും കൂടി നാച്ചുറൽ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ ആണ്. കുറച്ചുകൂടെ ഡാർക്കായി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ജടയുടെ മുകളിൽ തൊട്ടിട്ട് അവസാനം വരയ്ക്കും ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഓരോ സിംഗിൾ ജടേനെയും കൂടി ചേർത്തിട്ട് കെട്ടണം. മെയിൻ ജടയുടെ ഡിസൈൻ വന്നിട്ട് നമുക്ക് വേറെ പാറ്റേൺ കൊടുക്കാം, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഡിസൈൻ വേണമെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്തെടുക്കാം.
നമുക്കിനി ലോട്ടസിൻ്റെയും അതേപോലെ ശിവഭഗവാന്റെ സൈഡിലുള്ള ചെവി പൂവിനും ഇങ്ങനെ കളർ കൊടുക്കാൻ നോക്കാം. സെയിം കളറാണ്. അതിന് ആദ്യം ഒരു 20% വെർമിലിയൻ ഹ്യൂവ്, ഒരു 10% യെല്ലോ ഓക്കർ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ചേർത്തിട്ട്. അതിൽ കൂടിയിട്ട് ഒരു 50% വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലോട്ടസിൻ്റെ കളർ കോമ്പിനേഷൻ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ കുഞ്ഞ് ലോട്ടസാണ് നമ്മുടെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ അളവിലെടുത്തത്. അപ്പോൾ വലിയ പെയിൻറ്റിങ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുത്താൽ മതി. ഇവിടെ ഈ ലോട്ടസിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത കളറിന് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ലൈറ്റ് വാഷ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഉണങ്ങിയ ശേഷം വേണം നമുക്ക് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്തെടുക്കാൻ. ഈ ലോട്ടസിൻ്റെ സെക്കൻഡ് ലെയർ കൊടുക്കാൻ 2-3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നോർമൽ ഷെയ്ഡിങ് മെത്തേഡ് തന്നെയാണ്. സൈഡ് നല്ല ഡാർക്കായി കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് ലൈറ്റ് ഷെയ്ഡിങ്. അതല്ലാതെ ഈ പെറ്റലിൻ്റെ ഒന്നുമില്ലെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ താഴെയോ മാത്രം നല്ല ഡാർക്കായിട്ട് കൊടുത്തിട്ട് മുകളിലോട്ട് ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. അതല്ലെങ്കിൽ രേഖികം മെത്തേഡിലും നമുക്ക് വന്നിട്ട് ഈ ലോട്ടസ് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമുക്ക് വേറെ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൽ രേഖികം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 2-3 മെത്തേഡ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ലോട്ടസ് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഈ ശിവഭഗവാന്റെ സൈഡിൽ വെച്ചിട്ടുള്ള പൂവിൻ്റെ ഓരോ പെട്ടിലും സ്റ്റാർട്ടിങ് നല്ല ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് നടുവിൽ ലൈറ്റ് ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത്. ഈ പൂവിൻ്റെ പേര് കാട്ടുപുഷ്പം എന്നാണ് നമ്മൾ പറയാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ റോസിനും അതേപോലെ ഈ പുഷ്പത്തിനും യെല്ലോ ഓക്കർ മാത്രം കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.